അപ്പൊ ഞാൻ എന്റെ റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, സിനിമന്റെ അപ്പുറത്തേക്ക് നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളൊരുപാട് പാഷനുള്ള ആളുകളുണ്ട്, പാഷന് മുറുകെ പിടിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഇവന്റെ കൂടെയുള്ള ഞാൻ ഇവന്റെ ഒരു പോസിറ്റീവ് കണ്ടു, ജിബ്രാന്റെ ഒരു പോസിറ്റീവ് കണ്ടെന്ന് വെച്ചാല് ജിബ്രാന്റെ കൂടെ അന്ന് ക്യാമറ ചെയ്തിരുന്ന ആളുകൾ ഇന്നും അതേ ഫീൽഡിൽ ഒരു സ്റ്റുഡിയോയില് ക്യാമറമാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ജിബ്രാൻ സെയിം ടൈം അവന് നമ്മളെ നാട് വിട്ടുപോയെങ്കിലും അവൻ നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ തുടങ്ങി, സ്റ്റുഡിയോയിൽ നിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി, സിനിമ മോഹം ഉണ്ടായി, കുറെ ഒരുപാട് വെൽനോൺ ഇൻഡിപെൻഡന്റ് ആവുന്നതാണ് എല്ലാരും നമ്മളെ നോക്കിക്കാണ്. അപ്പൊ എന്റെ നാട്ടില് പോലും അവനെന്തോ സിനിമയില് എന്തോ ആ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ആളുകൾക്ക് കാഴ്ചപ്പാട് തിരുത്തിയത് എന്റെ ഒരു ഫസ്റ്റ് പടം വന്നപ്പോ പീസ് പീസ് നാട്ടുകാരൊക്കെ കൂടി ഒരു ഫ്ലെക്സ്, അവന്റെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് പോയി ഓളാക്കി ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്ത പടം. അന്ന് പോലും എനിക്ക് നാട്ടിൽ പോകാൻ പേടിയാ. എന്റെ ഫസ്റ്റ് മൂവി റിലീസ് ആകുമ്പോൾ പോലും അയ്യോ അതിന്റെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു ക്യൂരിയോസിറ്റി ആളുകൾ അതെങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോബ് ആണെങ്കിലും അതിനൊരു പുറത്ത് ഔട്ട്സൈഡർ എങ്ങനെ എന്നുള്ളൊരു സാധനം ഇവല്ലേ. പ്രത്യേകിച്ച് ഇന്റർവ്യൂ കൊടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ചാനലിൽ ഇരിക്കാറില്ല. ഇവൻ നിർദ്ദേശിച്ചോണ്ട് വന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഇത് എന്റെ നാട്ടിലെ സബ്ജക്റ്റും ഞങ്ങളുടെ പിന്നെ ഇതില് ഒരുപാട് ബഡ്ജറ്റ് പടമല്ല, ബഡ്ജറ്റ് ഞങ്ങളുടെ നാടാണ്. ഐ മീൻ ഞാൻ വിളിച്ചാൽ വരുന്ന ആളുകൾ അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രൗഡ്, ലോട്ട്സ് ഓഫ് ക്രൗഡാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എത്ര പൈസ അതാ പറഞ്ഞ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിലെ ആളുകൾ, നാട്ടുകാരുടെ സഹായമാണ് ഉറപ്പായിരുന്നു. ഞാൻ ധൈര്യം പറഞ്ഞാൽ വരാൻ ആളുകളുണ്ട്. സിനിമ എന്നുള്ളത് നമ്മൾ വിളിച്ചാൽ അത് ഈ പടത്തിന്റെ ഗുണം ഒരുപാട് ചെയ്യും. ഭയങ്കര ചലഞ്ചിങ് വരുന്നത്. കാരണം എനിക്ക് മറ്റുള്ള പടങ്ങൾ പ്രൊഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളായോ എത്തിയോ ക്യാമറ ഉണ്ടാക്കുക, ഓക്കെ ഞാൻ മാറുന്ന ആളെ കൊണ്ടുപോയി ഞാൻ പോകണം. അസോസിയേറ്റ് സെറ്റ് ചെയ്ത ശേഷം ക്യാമറമാനോട് ഇത് അങ്ങനെയല്ല, ഇത് പ്രൊഡക്ഷൻ മാനേജറുടെ പണിയും ചെയ്യും. ഇതിൽ പ്രൊഡക്ഷൻ മാനേജർ അസോസിയേറ്റ് വന്ന് അവരെ കുറ്റം പറയാനില്ല, അവനെ ആ നാട് അറിയില്ല, എനിക്കും ഇവന് ആ നാട് അറിയാം. ഞാൻ വിളിച്ചാലേ ക്രൗഡ് പുള്ളിങ് ചെറിയ പരിപാടിയില്ല, ക്രൗഡ് എത്തിക്കുന്നില്ല. ഇതൊക്കെ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ്. ഇനി എന്റെ നാട്ടിൽ പുതിയൊരു പടം ആയിട്ട് വരുമ്പോ ഞാൻ സലാം പറഞ്ഞ് ചെയ്യാന്ന് പറയും. കാരണം എനിക്ക് പേടി ഫസ്റ്റ് തുടക്കം മുതലേ ഇതേന്ന് എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്തു. പേര് ശ്രീനാഥ് എനിക്ക് സംവിധാനം തന്നെ ഒന്ന് പരിചയപ്പെടുത്തായിരിക്കും. ശ്രീനാഥ് ISL കേരള പ്രീമിയർ ലീഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമാൻഡേറ്ററാണ്, പ്രൊഫഷണൽ കമാൻഡേറ്ററാണ്. അപ്പൊ ഈ സിനിമക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അനസെടുത്തൊടിയോ പോലുള്ള ഇന്ത്യൻ ഡിഫൻഡർ ആയിട്ടുള്ള അനസെടുത്തൊടി വന്നിട്ടുണ്ട്, അജയ് കൃഷ്ണ വന്നിട്ടുണ്ട്, പിന്നെ മുത്തൂറ്റ് FAന്റെ ഫുൾ ടീം ഉണ്ട്, അതേപോലെ മലബാർ FCന്റെ ഫുൾ ടീം ഉണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തില് നമുക്ക് ഇതേപോലെ നമ്മളിപ്പോ ഇതിന്റെ കമന്ററി പറയാനും നമ്മൾ നോക്കി നോക്കുമ്പോൾ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ശ്രീനാഥിനെ നമ്മൾ കാണുന്നത്. കാരണം ശ്രീനാഥ് ഇതിന്റെ കമന്റേറ്റർ എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു പ്രൊമോട്ടറാണ്. ഇതിന്റെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് വരുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ കടന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നമ്മളൊരു കുടുംബമായിട്ട് മാറി, ശ്രീനാഥനുമായിട്ട് അത്ര ഒരു റിലേഷൻ കൂടി മാറി. അത് ഒരിക്കലും കിട്ടില്ല. നമുക്ക് വേറെയും ഒരുപാട് കമന്റേറ്റേഴ്സ് ഉണ്ടാവാം, പക്ഷെ ശ്രീനാഥിനെ പോലെ നമ്മുടെ കൂടെ കട്ടക്ക് ചങ്കായി നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കൂടിയാണ് നമുക്ക് ശ്രീനാഥിനെ കിട്ടിയത്. അതാണ് അതിന്റെ ഒരു